ഓക്കെ, നമുക്ക് ജോബ് കോസ്റ്റിംഗ് നോക്കാം. അപ്പോൾ എന്താണ് ജോബ് കോസ്റ്റിംഗ്? 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് which applies where work is undertaken to customer specific requirements and each order is comparatively of short duration. അതായത് മക്കളെ, നമുക്ക് ആരെങ്കിലും ഒരു ജോബ് തരിക അല്ലെങ്കിൽ നമുക്കൊരു ഓർഡർ തരിക. അപ്പോൾ അയാളുടെ ഓർഡർ അനുസരിച്ച് നമുക്ക് ആ ഒരു ജോബ് ചെയ്ത് തീർക്കാനായിട്ട് വരുന്ന കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. ക്ലിയർ ആയില്ലേ? നമുക്കൊരു ഇത്ര സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, ആ ഒരു പർട്ടിക്കുലർ ജോബ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജോബ് കോസ്റ്റിംഗ്. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എന്ത് പറയാം? പ്രൊഡക്ഷൻ കമൻസസ് ആഫ്റ്റർ റിസീവിങ് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമർ. കണ്ടോ, കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഓർഡർ കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് തുടങ്ങുള്ളൂ? പ്രൊഡക്ഷൻ തുടങ്ങുള്ളൂ. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? പ്രൊഡക്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ ഒരിക്കലും തുടർച്ചയായിട്ടുള്ളതല്ല. കസ്റ്റമറുടെ ആവശ്യപ്രകാരം, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ ചെയ്യുള്ളൂ. ദ വർക്ക് ഓൺ ഈച്ച് ജോബ് ഈസ് ഡൺ അക്കോർഡിംഗ് ടു കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. കണ്ടോ, കസ്റ്റമറുടെ സ്പെസിഫിക്കേഷനും കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ജോബ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓരോ ജോബും യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ്, ഓരോ ജോബിനെയും നമ്മളൊരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു 5 ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇതിൻ്റെ ഡ്യൂറേഷൻ എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. 6 to 18 months ഒക്കെ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ ഡ്യൂറേഷൻ, കാലാവധി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു 5 പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. നമുക്കിവിടെ കോസ്റ്റ് ഷീറ്റ് തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മളൊരു കോസ്റ്റ് ഷീറ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് വരയ്ക്കും. അതാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ആദ്യം വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നുമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട എല്ലാ ഡയറക്റ്റായിട്ട് വരുന്ന ഐറ്റംസും, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ തന്നെയാണ് ഡയറക്റ്റ് വേജസ്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നും കൂടി നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. ഇത് മൂന്നും കൂടി കൂട്ടിക്കിട്ടുന്ന ആൻസറിനെ നമ്മൾ പ്രൈം കോസ്റ്റ് അഥവാ ഡയറക്റ്റ് കോസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണം? മെറ്റീരിയൽ, വേജസ്, ചാർജബിൾ എക്സ്പെൻസസ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ലേബർ തന്നെയാണ് വേജസ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ്. അപ്പോൾ നമ്മുടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? എന്താണ് പ്രൈം കോസ്റ്റ്? എന്ത് പറയും? മെറ്റീരിയൽ, വേജസും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടിയതാണ് പ്രൈം കോസ്റ്റ്. ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് direct material, direct labor and direct expense. It is also known as direct cost. അങ്ങനെയും പറയാം കേട്ടോ. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസുകളില്ലേ, ഫാക്ടറിയിൽ കുറേയധികം എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ഫാക്ടറിയിൽ വരുന്ന എല്ലാ എക്സ്പെൻസിനെയും കൂടി നമ്മൾ ഓവർ ഹെഡ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഫാക്ടറിയിൽ വരുന്ന എല്ലാ എക്സ്പെൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റിന് വേറൊരു പേരുണ്ട്, വർക്ക്സ് കോസ്റ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. ഫാക്ടറി കോസ്റ്റ് വേറൊരു പേരാണ് വർക്ക്സ് കോസ്റ്റ്. ഓക്കെ ആണോ? ഇനി ഒരു പ്രൊഡക്റ്റിന് ഫാക്ടറിയിൽ മാത്രമല്ലല്ലോ ചിലവ് വരിക. ആ കമ്പനിക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഉണ്ടാവില്ലേ, ഒരു ഓഫീസ് സെക്ഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ അവിടെ വരുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. അതിന് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്നാണ് പറയുക. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന കോസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമ്മളൊരു പ്രൊഡക്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ പോരല്ലോ, നമ്മൾ പല സ്ഥലങ്ങളിൽ അത് എത്തിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വേണ്ടേ? വിൽക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് കുറേ എക്സ്പെൻസ് വരും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റിന് എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് കിട്ടുക. അതിന് വേറൊരു പേര് പറയും കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പം എല്ലാവർക്കും കോസ്റ്റ് ഷീറ്റ് ക്ലിയർ ആയോ? നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണേ. നോക്കുക,
The following data relate to a job number 505. ജോബ് നമ്പർ 505 പ്രകാരം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 50,000, വേജസ് 30,000, ചാർജബിൾ എക്സ്പെൻസ് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ 10,000. ഫാക്ടറി ഓവർ ഹെഡ് പറയുന്നുണ്ട് 20% ഓഫ് വേജസ്. വേജസിൻ്റെ 20% ഫാക്ടറി ഓവർ ഹെഡ്. ക്ലിയർ? ഇനി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാലോ 5% ഓഫ് ഫാക്ടറി കോസ്റ്റ് 5%. എങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ദി ജോബ് കാണാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? മെറ്റീരിയൽ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ? എത്ര മെറ്റീരിയൽ പറയും പിള്ളേരെ? 50,000. അടുത്ത വേജസ് 30,000, ചാർജബിൾ എക്സ്പെൻസ് 10,000. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്താ വിളിക്കുക? പ്രൈം കോസ്റ്റ്. അപ്പോൾ 50,000 പ്ലസ് 30,000 അപ്പോൾ 80 ആയി. 80 പ്ലസ് 10 90,000. യെസ്. ഇനി അടുത്ത ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഫാക്ടറി ഓവർ ഹെഡ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടൊരു എമൗണ്ട് ആണ് തന്നേക്കണേ, അല്ലല്ലോ. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേജസിന്റെ 20%. വേജസിന് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? വേജസിന് 20%. അപ്പോൾ 30,000ന്റെ 20% എന്ന് പറയുമ്പോൾ 3,000 പ്ലസ് 3,000 6,000 വരും അല്ലേ? അപ്പോൾ 6,000 ഫാക്ടറി ഓവർ ഹെഡ് 6,000 ആണ്. അപ്പോൾ 90,000 പ്ലസ് 6,000 96,000 ഫാക്ടറി കോസ്റ്റ്. അതുവരെ ക്ലിയർ ആയോ? ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. അത് പറയുന്നത് ഫാക്ടറി കോസ്റ്റിന് 5%. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 96,000 ഇല്ലേ, അതിൻ്റെ 5%. 96,000 ഇൻറ്റു 5/100. അപ്പോൾ നമുക്ക് 4,800 കിട്ടും. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അതുകൂടി കൂട്ടി കിട്ടുന്ന ആൻസറാണ് ടോട്ടൽ കോസ്റ്റ്. നമുക്കിവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അതില്ലെങ്കിൽ അത് എഴുതണ്ട. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആണോ? കത്തിയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ദ കോസ്റ്റ് ഷീറ്റ് ഫോർ ജോബ് നമ്പർ 105. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ജോബ് കോസ്റ്റ് ഷീറ്റ് നമ്പർ 105. മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്, വേജസ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 60% വേജസിന് 60% ആണ് വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് പറഞ്ഞാൽ ഫാക്ടറി ഓവർ ഹെഡ്. ഇനി 12.5 12% ഓഫീസ് ഓവർ ഹെഡ്. ഓക്കെ, അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? നമുക്ക് നോക്കാം. മെറ്റീരിയൽ എത്ര മെറ്റീരിയൽസ്? എത്ര മെറ്റീരിയൽസ് ക്വസ്റ്റ്യനിലുണ്ടല്ലോ? 6,000. ഓക്കെ. വേജസ് 4,600, ഡയറക്റ്റ് എക്സ്പെൻസസ് 500. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്. അടുത്തത് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ഓവർ ഹെഡ്. വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് വേജസിൻ്റെ 60%. അപ്പോൾ വേജസ് 4,600 അല്ലേ? അപ്പോൾ 4,600 ഇൻറ്റു 60/100 2,760. അതുകൂടി കൂട്ടുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ 13,860 കിട്ടും. ഇനി നമ്മുടെ ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ വർക്ക് കോസ്റ്റിൻ്റെ 12%. അപ്പോൾ 13,860 ഇൻറ്റു 12/100 ചെയ്യുക. അപ്പോൾ നമുക്ക് 1,732.50 കിട്ടും. അതാണ് ഓഫീസ് ഓവർ ഹെഡ്. അതുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതായത് കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഉണ്ടോ? സെല്ലിംഗ് പ്രൈസ് വന്നേക്കണേ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഇല്ല അതിനകത്ത്. വിൽപ്പന പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ടു ബി റിയലൈസ്ഡ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ് 15%. അതായത് എന്താ പറയണത്? സെല്ലിംഗ് പ്രൈസിൻ്റെ 15% പ്രോഫിറ്റ്. സെയിൽസ് നമുക്കിവിടെ അറിയാമോ? അറിയില്ല. സെയിൽസ് നമുക്ക് അറിയില്ല, നമുക്ക് കോസ്റ്റ് മാത്രമേ അറിയുള്ളൂ. ഈ എല്ലാ കോസ്റ്റും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15,592.50 കിട്ടിയിട്ടുണ്ട്. അതുവരെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ടാണല്ലോ മാർക്കറ്റിൽ വിൽക്കുക അല്ലേ? ഈ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടല്ലേ മാർക്കറ്റിൽ വിൽക്കുക അല്ലേ? പക്ഷെ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹിൻഡ് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിലിൻ്റെ 15%. പക്ഷെ സെയിൽസ് അറിയോ?
സെയിൽസ് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് എപ്പോഴും 100% ട്രീറ്റ് ചെയ്യണം. സെയിൽസ് എപ്പോഴും എത്ര ശതമാനം? 100%. അപ്പോൾ ഈ തന്നിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് കിട്ടിയ കോസ്റ്റിൽ 15,592.50 അത് എത്ര ശതമാനമായിരിക്കും? അപ്പോൾ ഈ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ്, യെസ് വെരി ഗുഡ്, 85 ശരിയല്ലേ? കാരണം 85ൻ്റെ കൂടെ 15% ലാഭം കൂടി കൂട്ടിയിട്ടാണല്ലോ 100% സെയിൽസിന് വിൽക്കുക അല്ലേ? അപ്പോൾ ഈ 15,592.50 എന്ന് പറയാൻ 85 അതിൽ 15 കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഇൻറ്റു 15/85 ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 15% ആണെങ്കിൽ നിങ്ങൾ 15/100 - 15 ചെയ്യണം. ഇപ്പോൾ 20 ആണെങ്കിൽ എന്ത് വരും? ഈ കിട്ടിയ കോസ്റ്റ് ഇൻറ്റു 20/80 വരും. 30 ആണെങ്കിൽ 30/70, അതായത് 100 ആ പെർസെൻറ്റേജ് കുറച്ചാൽ മതി, അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൂടി കിട്ടിയ പിന്നെ കൂട്ടുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടിയില്ലേ? 15,592 കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടും. ക്ലിയർ ആയോ? ലാസ്റ്റ് പ്രോബ്ലം ഈ ചാപ്റ്ററിലെ ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് എൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ജോബ് നമ്പർ 101. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ജോബ് കോസ്റ്റ് ഷീറ്റ് 101. ഓക്കെ, അതിലെ മെറ്റീരിയൽസ് നമുക്ക് 4010 ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് എടുത്ത് എഴുതുക 4010. ക്ലിയർ? വേജസ് നമുക്ക് ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഈ കമ്പനിയിൽ. ഡിപ്പാർട്ട്മെൻറ്റ് എയും ഡിപ്പാർട്ട്മെൻറ്റ് ബിയും ഡിപ്പാർട്ട്മെൻറ്റ് സിയും. ഡിപ്പാർട്ട്മെൻറ്റ് എ മൊത്തം 60 മണിക്കൂർ വർക്ക് ചെയ്തേക്കണേ. ഒരു മണിക്കൂറിന് 3 രൂപ. അപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും? 60 × 3 ശരിയല്ലേ? ഒരു മണിക്കൂർ 3 രൂപയാണ് നമുക്ക് ചിലവ്. അങ്ങനെ 60 മണിക്കൂറാണ് അവർ വർക്ക് ചെയ്തേക്കണം. അപ്പോൾ അവർക്ക് എത്ര വേജ് കൊടുക്കണം? 60 × 3 എത്ര വരും? 180. ഡിപ്പാർട്ട്മെൻറ്റ് ബിയോ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തേക്കണേ? ഒരു മണിക്കൂറിന് 2 രൂപ. അപ്പോൾ 40 × 2 80 രൂപ. കത്തിയില്ലേ? അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സി ഉണ്ട് 20 മണിക്കൂർ 20 × 5 2 10 100 രൂപ. അപ്പോൾ ടോട്ടൽ നമുക്ക് വേജസ് വന്നേക്കണേ 360. ക്ലിയർ? അപ്പോൾ മെറ്റീരിയൽ കിട്ടി, വേജസ് കിട്ടി, ഇവിടെ എക്സ്പെൻസ് ഇല്ല കേട്ടോ. നമുക്ക് ടോട്ടൽ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. അതുവരെ ക്ലിയർ ആയോ? 4010 മെറ്റീരിയലിൻ്റെ കൂടെ വേജസ് 360 കൂട്ടിയപ്പോൾ 4370. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഫാക്ടറി ഓവർഹെഡൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതണമെന്നില്ല. ഇനി വേരിയബിൾ എക്സ്പെൻസ് നമ്മൾ പറയാൻ പോകണം കേട്ടോ. വേരിയബിൾ എക്സ്പെൻസ്, വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റ് എ പ്രത്യേകം വായിക്കുക. ഈ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് എ ₹5,000 ഫോർ 5,000 ലേബർ അവേഴ്സ്. എന്താ അതിൻ്റെ അർത്ഥം? ₹1. അതായത് 5000 മണിക്കൂർ വർക്ക് ചെയ്താൽ 5000 രൂപ കിട്ടും. അപ്പോൾ ഒരു മണിക്കൂറിന് എത്രയാ? 1 രൂപ. ഡിപ്പാർട്ട്മെൻറ്റ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തേക്കണം? നേരത്തെ പറഞ്ഞിട്ട് 60 മണിക്കൂർ വേജസിന് അവിടെ ഉണ്ടോ? അപ്പോൾ 60 × 1 60 വരും ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ. അത്യോ? അടുത്ത വേരിയബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബി. ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ എന്താ പറയണേ? 3000 ഫോർ 1500 ലേബർ അവേഴ്സ്. എന്താ അതിൻ്റെ അർത്ഥം? ₹2. അതായത് 1500 മണിക്കൂർ വർക്ക് ചെയ്താൽ 3000 രൂപ കിട്ടും. അപ്പോൾ 3000/1500 2 രൂപ കിട്ടും ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് ബി ശരിക്കും എത്ര മണിക്കൂർ വർക്ക് ചെയ്തേക്കണേ? 40 × 2 നമുക്ക് എന്ത് കിട്ടി? 80 എന്ന് കിട്ടി. അടുത്തത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സി ആണ്. 2000 ഫോർ 500 ലേബർ അവേഴ്സ്. അപ്പോൾ ഒരു മണിക്കൂറിന് എത്രയാ? 2000/500 4 രൂപ. ഡിപ്പാർട്ട്മെൻറ്റ് സി എത്ര മണിക്കൂർ വർക്ക് ചെയ്തേക്കണേ? അപ്പോൾ 20 × 4 നമുക്ക് എന്ത് കിട്ടി? 80. അപ്പോൾ അത് 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 220. അതാണ് വേരിയബിൾ ഓവർഹെഡ്. ക്ലിയർ ആയോ? ഇനി ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ട്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ 3 ഡിപ്പാർട്ട്മെൻറ്റും ഫിക്സഡ് ആയിരിക്കും അല്ലേ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും അത് ഫിക്സഡ് ആയിരിക്കും. അത് 20,000 ഫോർ 10,000 വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10,000 മണിക്കൂർ ജോലി ചെയ്താൽ 20,000 രൂപ കിട്ടും. അപ്പോൾ ഒരു മണിക്കൂറിന് എത്രയാണ്? 2 രൂപ. അത് എക്കും ബിക്കും സിക്കും സെയിം തന്നെയല്ലേ? ഫിക്സഡ് അല്ലേ ഇത്? അപ്പോൾ 120 × 2 ചെയ്താൽ പോരെ? 3 ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടുക ലേബർ അവേഴ്സ് 60 40 20, അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 60 × 2 40 × 2 20 × 2 അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ 120 × 2 240 എഴുതിയാലും കുഴപ്പമില്ല. ക്ലിയർ? അല്ല, അവിടെ കൂട്ടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇവിടെ നമുക്ക് സെയിൽസ് പറയുന്നുണ്ട്, പ്രോഫിറ്റ് പറയുന്നുണ്ട്. നോക്കി, പ്രോഫിറ്റ് ഫോർ ദ ജോബ് ടു ഗീവ് എ പ്രോഫിറ്റ് ഓഫ് 25% ഓൺ സെയിൽസ്. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയ കോസ്റ്റിനെ?
25 ഡിവൈഡ് ബൈ 75 കൊണ്ട് യെസ്, ഇൻറ്റു വെരി ചെയ്യണം. ഗുഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ടോട്ടൽ കോസ്റ്റ് 4830 ഇൻറ്റു 25/75 ചെയ്യുക. അപ്പോൾ 1610 കിട്ടും. അതുകൂടി കൂട്ടുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി. സിമ്പിൾ അല്ലേ? Yes. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോസ്റ്റ്. ഇത് ജോബ് കോസ്റ്റിംഗ് കേട്ടോ. ഇത്രയും ടെക്സ്റ്റ് ബുക്കിലുള്ളൂ.